എന്ത് ഏട്ടൻ വിളിക്കാം. ഹലോ, ആ ഏട്ടാ എത്താറായാ? ആ അല്ല, ഇങ്ങോട്ട് വരത്തില്ലേ? നേരെ പോയിട്ടേ വരത്തുള്ളൂ. ആ ചോറ് ഇവിടെ ഒന്നല്ലേ കഴിക്കുള്ളൂ? ആ ആ ഹാ ഇല്ല, അമ്മ ട്രഷറിൽ പോയി. ഞാൻ പോയില്ല, മുത്തു പോയി. ഇല്ല, ഞാൻ പോവാന്ന് പറഞ്ഞതാ. അപ്പൊ അവളില്ലാന്ന് പറഞ്ഞ് മരുന്ന് ഇതൊക്കെ വാങ്ങിക്കണം. ആ ആ ആ ശരി ശരി. ആ ഓക്കെ. എന്തോ ഭയങ്കര പണിയാണെന്ന് പറഞ്ഞിട്ട് വർക്ക്ഷോപ്പില് 2 ദിവസം നിന്ന് നിര്യാൻ നേരെയില്ലാന്ന് പറഞ്ഞിട്ട് പണി കിട്ടി. ആ 8ന്റെ പണി കിട്ടി. എന്തു പറ്റി? ആ വർക്ക്ഷോപ്പ് ഇരിക്കുന്ന ബിൽഡിംഗ് ഓണറിന്റെ അപ്പച്ചൻ മരിച്ചു. അയ്യോ, വെളുപ്പില. പ്രായമുള്ളായിരുന്നു. പിന്നെ 19 വയസ്സുണ്ട്. മറ്റേ യൂറിൻ ബാഗൊക്കെ കണ്ട് കൂടെ കൂടെ അവിടെ ഇറങ്ങി വരുന്നായിരുന്നു. അയ്യോ, ഇനിയിപ്പോ പണിയായില്ല. ഇപ്പൊ ആ ചടങ്ങൊക്കെ കഴിയാതെ 4 ദിവസം കഴിഞ്ഞിട്ടേ അടക്കമുള്ളൂ. ഏതോ ഒരു മോന് ഉഗാണ്ടയിലോ എവിടെ കണ്ടുണ്ട്. അയാൾ വന്നാലേ ഉള്ളൂ. ദൈവമേ, അതോ 4-5 വണ്ടി ഇരിപ്പുണ്ട്. എനിക്ക് മറ്റേന്ന് സഹകരണ സംഘത്തിലെ മാസവരി എങ്ങനെ അടയ്ക്കുന്ന ആലോചിക്കും. അവൾ ഇന്നലെ കൂടെ വിളിച്ചു പറഞ്ഞുള്ളൂ, അത് പെൻഡിങ് ആക്കരുത്, പെൻഡിങ് ആക്കിയ സിവില് കുറയും അങ്ങനെ ആന്നൊക്കെ. പണി വരണ വഴിയേ ഒരു മാർഗമുണ്ട്. വെള്ളിപ്പണ്ട് തന്ന് സഹായിച്ച എവിടുന്ന് തന്നെ സഹായിക്കാൻ? പൈസ പോലും കിട്ടണല്ലോ. അത് പിള്ളേര് ഫീസ് പോലും തരണല്ലോ. പിന്നെ ഞാൻ ഇവിടുന്ന് എടുത്തിട്ട് ഫീസ് തരത്തില്ലെങ്കിൽ തിത്തായി പഠിപ്പിക്കാതെ വെളിയിലോട്ട് ഇറക്കി നിർത്തണം. സ്കൂളിലൊക്കെ ചെയ്യത്തില്ലേ പഠിച്ചോണ്ട് വരാത്തത്? അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക? ഇതൊക്കെ പാരന്റ്സ് ഓർത്ത് കൊടുത്തു വിടണ്ടല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഗ്രൂപ്പിനകത്ത് ഇടണം. എന്റെ കുട്ടിയുടെ അതൊക്കെ എപ്പോഴും ഇടും. മുദ്ര കുറച്ചേ പഠിപ്പിക്കത്തുള്ളൂ പറഞ്ഞിടണം. അല്ലെ അമ്മയുടെ അടുത്ത് ചോദിച്ചാലേ നടക്കുന്ന ലക്ഷണമില്ല. അമ്മ ട്രഷറിൽ പോയിരിക്കുവാണ്. ആരുടെ കൂടെ? മുത്തിന്റെ കൂടെ. ആണോ? മുത്ത് വന്നതിന് ശേഷം ഇപ്പൊ ട്രഷറി പോക്കും മരുന്ന് മേടിക്കാൻ പോക്കൊക്കെ അതാ. മറ്റേ ആ പോക്കിനകത്ത് ദമ്പടി വീഴുന്നതായിരുന്നു. തങ്കച്ചേട്ടത്തില്ലേ? ചേച്ചി പഞ്ചായത്തിൽ പോയി. ചേച്ചിയോട് ചോദിച്ചു നോക്ക്, ചേച്ചിയുടെ ചിലപ്പോ കാണും. ഓ, മെമ്പർ ആയതിനു ശേഷം ഇപ്പൊ സാമ്പത്തിക ഇടപാടിനകത്തൊക്കെ ഭയങ്കര മന്ദഗതിയാ. എന്തോ ചെയ്യും? എവിടെ പൈസ അടക്കണ്ടെന്ന് പറഞ്ഞ? സഹകരണ സംഘത്തില. അതിനിപ്പോ അത് മുടങ്ങട്ടെ. അല്ല, അത് മുടങ്ങാൻ പറ്റത്തില്ല. അത് മുടങ്ങിയ സിവിൽ സ്കോർ കുറയും. അവള് ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാനല്ലോ. ഹലോ അമ്മേ, ആക്സിഡന്റാ? അയ്യോ, എവിടെ വെച്ച്? എന്റെ കർത്താവ്. എന്നിട്ട് അല്ല, ഏത് ഹോസ്പിറ്റലാ? ഗവൺമെന്റ് ഹോസ്പിറ്റലാ? എന്റെ ദൈവം, എനിക്ക് വയ്യ. എന്തുവാ? ആ അങ്ങോട്ട് വരാം, അങ്ങോട്ട്. ഇവിടെ റൊണാൾഡോ ചേച്ചനുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് വരാം. അല്ല, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അയ്യോ, എന്താ? ആ ശരി ശരി ശരി. പേടിക്കണ്ട, ഞങ്ങൾ വരാം ഇപ്പൊ. എന്തുവാ? എന്റെ ദൈവമേ, മുത്തിന് ഒരു ബൈക്ക് വന്ന് തട്ടിയെന്ന്. എവിടെ വെച്ച്? അവള് അമ്മേനെ അപ്പുറത്ത് നിർത്തിയിട്ട് മരുന്ന് വാങ്ങിക്കാനായിട്ട് റോഡ് ക്രോസ് ചെയ്താന്ന് ഒരു ബൈക്ക് വന്ന് തട്ടിയെന്ന്. ഏത് ഹോസ്പിറ്റലോട്ട് പോയേക്കുന്നത്? ഗവൺമെന്റ് ഹോസ്പിറ്റലോട്ട്. അവിടെ ഞാനും കൂടെ വരാം. അല്ല വേണ്ട, തങ്കച്ചേട്ടത്തി പഞ്ചായത്തിൽ ഉണ്ടെന്നല്ലേ? എന്റെ വണ്ടി ഉണ്ട്, ഞാൻ പോയി വിളിച്ചത്. ഇപ്പൊ ഒരുങ്ങി വരുമ്പോഴത്തേന് താമസിക്കും. ഞാൻ തങ്കച്ചേട്ടത്തെ വിളിച്ചോണ്ട് ഞാൻ ഹോസ്പിറ്റലോട്ട് പോക്കോളാം. എന്തെങ്കിലും വിളിക്കുവോ? എന്തെങ്കിലും ഉണ്ട് എന്റെ ഫോണിൽ വിളിക്കണേ. അന്ന് അമ്മ വിളിച്ചാ മതി. എന്റെ ദൈവമേ, അവിടെ നിർത്തിക്കോ ഏട്ടാ. വന്നാ? എന്റെ ദൈവമേ, പിടിക്കല്ലേ കൈ കൈ. ഓഫ്, എന്റെ ദൈവമേ, എന്റെ മുത്ത എന്തു ആഡ് ചെയ്ത്. സ്റ്റിച്ച് ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഇപ്പൊ മരവിച്ചിരിക്കുക. എന്താ പറ്റിയത് ശരിക്കും? മാമി, ഞാനാണെങ്കിൽ അമ്മൂമ്മ ഇവിടെ പിടിച്ചിട്ട്, പക്ഷെ അമ്മൂമ്മ റോഡിന്റെ ഇപ്പുറത്ത് നിന്നിട്ട് ഞാൻ ക്രോസ് ചെയ്ത് മരുന്ന് മേടിക്കാൻ വേണ്ടി പോയതാ. അപ്പൊ അവിടുന്ന് ഒരു ചേട്ടൻ വന്ന് ഇടിച്ച്. ഇത് നീ റോഡ് ക്രോസ് ചെയ്യുമ്പോ ശരിക്കും ആരുടെ കുഴപ്പമായിരുന്നു? ആ ചേട്ടന്റെ. ഇവളുടെ ആയിരിക്കും. മുഖത്തല്ലല്ലോ കണ്ണു, ചെന്തലയില് കണ്ണുമായിട്ട് നടക്കുവാണ്.
ഇതെന്ത് ഇവിടെയൊക്കെ വേദന വരുന്നത്? നീ വീണാ? മാമി ഇങ്ങനെ ചരിഞ്ഞ് വീണ, അപ്പൊ ഇത് ഇടിച്ച് 2 സ്റ്റിച്ച് ഉണ്ട് കൈ ഇതിന്റെ ഇടയിൽ. എന്തെങ്കിലും പറ്റിയെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ കേട്ടതും എന്റെ പൊന്നെ എന്റെ പ്രാണം പോയി ചേച്ചി. അപ്പൊ എന്റെ അതും പോരാനിട്ട് അമ്മൂമ്മ എന്തെന്ന് വെച്ചാൽ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടുത്തെ എസ് അമ്മൂമ്മേന്റെ മോനാണ് ജയിലിൽ പിടിച്ച് കയറ്റി, നീ അവിടെ ഇറങ്ങൂല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച. അങ്ങനെ ആ ചേട്ടൻ നമ്മളെ എന്റെ ബോധം അപ്പൊ തന്നെ പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ. പിന്നെ അയാള് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണ്ടേ? എന്നിട്ട് അമ്മ എന്തേ? അമ്മ റൊണാൾഡിന്റെ കൂടെ ട്രഷറിയിൽ എന്തായാലും പോണ്ടേ, അങ്ങോട്ട് പോയേക്കുന്നു. കിടക്കാം അമ്മ, എനിക്ക് ചായ വല്ലതും വേണോ? ഒന്നും വേണ്ട, മരുന്നൊക്കെ ഉണ്ട് കഴിക്കാൻ. അതിന് കഴിക്കാൻ എന്തെങ്കിലും വേണോ? കഞ്ഞി എന്തെങ്കിലും ആക്കി കൊണ്ടുവരട്ടെ? കടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാ. വേണ്ട, നീ ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാം. വേണ്ട, ഒരു സമയം വീട്ടിൽ അടങ്ങിയിരിക്കല്ലേ, ഇങ്ങനെ കറങ്ങി കൊണ്ട് നടക്കണം. ഞാൻ മുത്തിനെ ഒന്ന് കാണാൻ പോയതാ. മുത്തിനെന്തര്? അവക്കൊരു ആക്സിഡന്റ് പറ്റി. ആക്സിഡന്റാ? ഓ, എപ്പോഴും എവിടെ വെച്ചിട്ട്? അല്ല, മുത്ത അമ്മൂമ്മേരൂടെ ശ്രീലങ്കണ്ട പോയതായിരുന്നു. ഒരു ബൈക്ക് വന്നിടിച്ച്. അപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഒന്നും ആക്കിയില്ലേ? ഇല്ല, അഡ്മിറ്റ് ആക്കണ്ട. കയ്യിലും കുറച്ച് മുറിവുണ്ട്, ഇവിടെ നെറ്റിയിലും കണ്ട ശൈലം മുറിവുണ്ട്. കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ വേദനയൊക്കെ അവളെങ്ങനെ സഹിക്കും? അതിനിപ്പോ സഹിച്ചല്ലേ പറ്റൂ. ചേച്ചിക്ക് അതൊക്കെ പറയാം. തലയ്ക്കാണ് ഈ പൊട്ടലുള്ളത്. അപ്പൊ ഈ സ്കാനിങ് കാര്യങ്ങളും എടുക്കണം. ഒന്നാമത് അവൾ കൊച്ചു പെണ്ണാണ്, പഠിക്കുന്ന കൊച്ചല്ലേ. അപ്പൊ അത് അവളെ ഭാവി ബാധിക്കൂലേ? പിന്നെ എടാ, ഒരു മാസം മുമ്പ് ഞാൻ ഓട്ടോ ഓടിച്ച് വീണപ്പോ നീ എന്താ പറഞ്ഞത്? റോഡിൽ കൂടെ നടക്കുമ്പോ സൂക്ഷിക്കണം. എന്റെ സുനി ചേച്ചി, അത് ചേച്ചി വലിയ ആളല്ലേ, അവള് കൊച്ചല്ലേ, പഠിക്കുന്ന ആളല്ലേ. അപ്പൊ അവൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാ വാ ഇങ്ങോട്ട്. വരാം വാടാ. വരാം, ചേച്ചി അങ്ങോട്ട് പോ. ഇവിടെ എന്തിന് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കണേ? ഡാഡി എന്തോന്ന് മക്കളെ ഇത്? എന്തോന്ന് ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞാ? ഇതാണ് ചെറുതായിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്? ഇല്ല ഡാഡി, മുറിവ് 2 സ്റ്റിച്ചേ ഉള്ളേ. പക്ഷെ തല ഭയങ്കര വേദന, ഈ കയ്യും ഭയങ്കര വേദന. ഇങ്ങനെ വീണ. നീ എന്നാ കിടക്ക്. കിടക്കാൻ പറ്റില്ല, ഭയങ്കര തലവേദന കിടക്കുമ്പോ. ഇല്ല, കാണുന്ന അത്ര പ്രശ്നമില്ല. ഇവിടെ ഇപ്പൊ ഇതെന്താണിത്? പൊട്ടലാണോ? അതാ മുറിവാ? പൊട്ടലുണ്ടായത്? ചെറിയ എന്തോ ഉണ്ടെന്ന് പറയണം. ഇത് എല്ലാരും കൂടെ വിളിച്ചിട്ടോ കുഴപ്പമില്ല എന്ന് പറയും. ഇത്രയും മുറിവ് വന്നിട്ടാണ് കുഴപ്പമില്ല. ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയ ഡാഡി നാഗർകോവിലിൽ ഒരു ആവശ്യമായിട്ട് നിൽക്കായിരുന്നു. പിന്നെ അറിഞ്ഞാ പിന്നെ സമാധാനം വരുമോ? ഇവരെല്ലാം വിളിച്ചു പറഞ്ഞപ്പം ഒരു കുഴപ്പമില്ല, ചെറുതെ പറഞ്ഞത്. ഡാഡി വലിയ കുഴപ്പമില്ല, വേദനയുണ്ട്. പക്ഷെ വേറെ പ്രശ്നമൊന്നുമില്ല. ഭയങ്കര ഇതൊന്നുമില്ല, ഈ കൈയിന്റെ ഒരു ഇതേ ഉള്ളൂ. വേദന ഇത് കൈ വേദനയുണ്ട്, കയ്യും തല ഇങ്ങനെ ഇത്രയും വർഷം നിന്നെ വളർത്തി കൊണ്ടുവന്നത് ഞങ്ങൾ വീഴാതെ മുറിയാതെ പോറാതെ എങ്ങനെയൊക്കെ കൊണ്ടുവന്ന് അറിയാം. സ്വന്തമായിട്ടൊക്കെ വലുതായില്ലേ, ഇനി ശ്രദ്ധിക്കണ്ടേടി. ഡാഡി ഞാനല്ല ഡാഡി, അമ്മൂമ്മ അപ്പുറത്ത് ഇട്ട് ഞാൻ ഇവിടുന്ന് ക്രോസ് ചെയ്ത് പാതയപ്പൊരു ബൈക്കൊന്ന് ഇടിച്ച്. ഞാൻ ഭയങ്കര സ്പീഡായിരുന്നു. ഞാൻ വിചാരിച്ചു അങ്ങ് പോകുന്നു, പക്ഷെ ആ ചേട്ടൻ വന്ന് ഇടിച്ച്. പിന്നെ ഒന്നും ഓർമ്മയില്ല. അറിഞ്ഞാ പിന്നെ സമാധാനം ഉണ്ടാവോ? അതല്ലേ. ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ നീ വീഴാൻ വേണ്ടി എറണാകുളത്ത് നീ വന്ന പോലെ ഞാൻ എന്ത് ചെയ്യേ? ഇപ്പം ക്ലാസ്സിന് പോണതിന് മുമ്പൊക്കെ ശരിയാവോ ഇത്? ഇത് കുഴപ്പമില്ല. പ്രശ്നം വെച്ചാൽ പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ അല്ലേ, അപ്പൊ എനിക്ക് ഗുളിക തന്നെ. നീ ഇഞ്ചക്ഷൻ വെച്ചാൽ മതിയായിരുന്നല്ല. ഓ, അതെങ്ങനെ ഡോക്ടറാൻ പോണാണെങ്കിൽ ഇഞ്ചക്ഷൻ പേടിയാണെന്നുള്ളത് അവർക്ക് അറിയില്ലല്ലോ. ഗുളിക കഴിച്ചാ? എന്നിട്ട് ഭക്ഷണം എന്തോ കഴിച്ച്? ഭക്ഷണം അമ്മ തന്നു. ഇനിയിപ്പോ അമ്മ ഇപ്പൊ അടുക്കളയിൽ എന്തോ കൊണ്ടുവരാന്ന് പറഞ്ഞു പോയേക്ക. ഡാഡി പിന്നെ എന്റെ ഇതും തറയിപ്പോയി. ഫോൺ കയ്യിലുണ്ടായിരുന്നു, അത് വെച്ച് ക്രോസ് തറയിപ്പോയിട്ട് ഡിസ്പ്ലേ. എനിക്ക് തോന്നുന്നു നീ ഫോണും സംസാരിച്ചോണ്ടായിരിക്കും റോഡ് ക്രോസ് ചെയ്തത്. ഇല്ല ഡാഡി, എന്റെ ഫോൺ കയ്യിലായിരുന്നു. ഒന്നും ഓണാണല്ലോ, പ്രവർത്തിക്കണല്ലേ? ഒന്നും അറിയാം. എന്റെ കോളേജ് എല്ലാം എന്റെ ആരെയും വിളിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റണില്ല. സാരമില്ല, അതൊന്ന് മാറ്റി തരുമോ ഡാഡി? അത് ഒരു കാര്യം ചെയ്യാം, നോക്കാം. നമുക്കത് മാറാൻ പറ്റുമെങ്കിലേ അത് മാറാം. അല്ല, പുതിയത് വേണ്ട, ഡിസ്പ്ലേ മാറ്റിയത്. പുതിയ ഫോണിനെ കുറിച്ച് ആര് പറഞ്ഞു? ഞാൻ വിചാരിച്ചു വി ഹെൽപ്പിന്റെ MD ഒക്കെ ആകുമ്പോ ചിലപ്പോ പുതിയ ഫോൺ. പിന്നെ MDക്ക് ഇവിടെ വേറെ ചെലവൊന്നും ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാനിത് കടയിൽ കൊണ്ടുപോയി കാണിക്കാം. ശരിയാവും നോക്കാം. ഇല്ലെങ്കിൽ പിന്നെ പുതിയ
പുതിയ ഫോൺ വാങ്ങിക്കണം. അല്ലാതെ എന്ത് ചെയ്യാന്? പുതിയ ഫോൺ മേടിച്ചു തരുമോ? പുത്തണ ഫോണുണ്ടല്ലോ, ഇതൊന്നും ഇല്ലാത്ത. വേണ്ട ഡാഡി, എനിക്ക് ഇതിന്റെ ഡിസ്പ്ലേ മാറ്റിയത് ആദ്യം നിന്റെ ഈ ഡിസ്പ്ലേ ഒന്ന് ശരിയാവട്ടെ. ഇതിപ്പോ കാണുമ്പോ മനുഷ്യന് സങ്കടം വരികയാണ് മുത്തേ. അതിന് മാത്രമൊന്നുമില്ല, ഒരു തലവേദന, അതെനിക്ക് പണ്ടേ ഉണ്ടല്ലോ. റൊണാൾഡോ വിളിച്ച് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞ് മുത്തിന് ചെറിയൊരു പേർക്കും അച്ചമ്പിക്ക് ഒരു ചെലവെന്ന് പറഞ്ഞു. ഓ എന്തായാലും നമുക്ക് നോക്കാം. നീ ഒന്ന് ശരിയായി വാ. അല്ല ഒന്ന് ശരിയാക്കാം. നീ തൽക്കാലം നിന്റെ സിം എടുത്ത് അമ്മയുടെ ഫോണിൽ വല്ലതും ഇടും. അമ്മയുടെ ഫോണിൽ ഓൾറെഡി സിം ഇല്ലേ? എന്തായാലും നോക്കട്ടെ. ഡാഡിയെ ഓഫീസിലൊന്ന് പോണം. അപ്പഴത്തേക്ക് ഞാൻ ഈ ഫോണ് അവിടെ കടയിൽ കാണിക്കാം. കാണിക്കോ? അത് പെട്ടെന്ന് കിട്ടും ഡാഡി, കുറച്ച് സമയം മതി. നീ കിടക്കുമ്പോ ഭയങ്കര തലവേദന. നല്ല വേദന ഉണ്ട് അല്ലേ? കുഴപ്പമില്ല. ആര് കണ്ടാലും കുഴപ്പമില്ല, ആ റൊണാൾഡോ കാണാതിരുന്നു. മുത്തിന്റെ അമ്മേ, എന്താ ഇല്ല ഇവിടെ നിങ്ങളിന്ന് വർക്ക്ഷോപ്പിൽ പോയില്ലേ? ഇവിടെ കണ്ടപ്പോ ഊഹിച്ചൂടെ ഞാൻ വർക്ക്ഷോപ്പിൽ പോയില്ലെന്ന്? അല്ല ഇവിടെ കണ്ടോണ്ടാണ് ചോദിച്ചണ്ണ വർക്ക്ഷോപ്പിൽ പോയില്ലേ? ഇവിടെ കണ്ടെങ്കിൽ പിന്നെ പോകാത്തത് കൊണ്ടായിരിക്കും അറിയാൻ പറ്റില്ലേ? അല്ല മുത്തിന് ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? അല്ല സുലി ചേച്ചി ഇങ്ങനെ പറയണ കേട്ടത്. അതൊരു ചെറിയ ബൈക്ക് ആക്സിഡന്റ്, വലിയ കുഴപ്പമൊന്നുമില്ല. ആണാ? ഒന്ന് കാണാൻ പറ്റുമോ? അല്ല അപകടം ഇന്നലെ നടന്നു കഴിഞ്ഞില്ല, അതെങ്ങനെ വീണ്ടും കാണാൻ പറ്റും? അതല്ല, മുത്തിനൊന്ന് കാണാൻ പറ്റുമോ? മുത്തിനെ കാണാൻ മാത്രമൊന്നുമില്ല, സുലി ചേച്ചി പറഞ്ഞില്ലേ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ആണാ? ഇത് എങ്ങനെ പൊട്ടല്ലോ തലയ്ക്ക് എന്തെങ്കിലും? ഇല്ലില്ല, ചെറിയ ചെറിയ മുറിവുകൾ. അത് ഇവിടെ ഉള്ളവരുണ്ടല്ലോ, അവര് നോക്കിക്കോളും, കുഴപ്പമില്ല. അത്രേ ഉള്ളു. ഒന്ന് ശ്രദ്ധിക്കാൻ പറയണേ. ശ്രദ്ധിച്ചാത്തോണ്ടല്ലേ അപകടം പറ്റി. ഇനി എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അങ്ങനെയുള്ള ബൈക്കൊക്കെ പോണേലെ ആക്സിഡന്റ്. അത് മുത്ത നല്ലോണം ശ്രദ്ധിക്കും. ഞാനും നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നീയും ഒന്ന് ശ്രദ്ധിച്ചോ. എന്ത് ഞാൻ ശ്രദ്ധിക്കുന്നത്? നീ ബൈക്കിനകത്ത് വെടിയും പുകയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവല്ലേ, എതിരെ എന്തോരം ടിപ്പറും ഡോറസും പാണ്ടിലോറികളൊക്കെ. ചുമ്മാ അല്ല എന്നാലും ഒന്നും പറ്റൂലല്ലേ? ഇല്ല, കാണാൻ പറ്റത്തില്ല. ശരി, ഉറക്കമായിരിക്കും. പോട്ടോ, പൊയ്ക്കോ. ഹലോ, ആരാണ്? മുത്തുണ്ടല്ലോ. ആ അതെ, അവളെ ഒന്ന് വീണ് വണ്ടിയില് ചെറിയ ആക്സിഡന്റ് പറ്റി. ഇല്ല കുഴപ്പമൊന്നുമില്ല, ഫോണിന്റെ ഡിസ്പ്ലേ പോയി, അതാ കിട്ടാത്തെ. ആ കൊടുക്കാട്ടാ, ഒന്ന് ഹോൾഡ് ചെയ്യണേ. കുഴപ്പമൊന്നുമില്ല, അവളോടെ കിടക്കുക റൂമിലുണ്ടെന്ന് ഞങ്ങളോട് പോകണമെങ്കിൽ പോണെന്ന് കൊടുത്തേക്കാം. അവളുടെ കൂട്ടുകാരി കുഴപ്പമില്ല, വേദനയുണ്ട്, ദേഹം കൈ നല്ല. കൂട്ടുകാരി വിളിച്ച അമ്മയുടെ ഫോണില്. ഹലോ, ഹലോ, ആരാ ഇത്? അല്ല, എന്റെ ഫോണ് തറയിൽ പോയി ഡിസ്പ്ലേ പോയി. പിന്നെ വിളിച്ചാ മതി. ഞാൻ അല്ല, ഞാൻ പിന്നെ വിളിക്കാം. വേറെ മരുന്നുണ്ടെന്നല്ലോ അവളെ? ഇവളെ വിളിച്ചാ വയ്ക്കൂല, ഭയങ്കര കത്തിയാ. പോണ്ടല്ലോ, മാമ പോയിട്ട് വിളിക്കാം. ശരി. ഇത് എങ്ങനെ പറ്റുമോ? അത് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇത്രയും? പിന്നെ തലയില് മാമ. ഈ വിരല് കാലിനല്ല കുഴപ്പമുണ്ടോ? എങ്ങനെയായിരുന്നു സംഭവിച്ചത്? മാമ, ഞാനേ അമ്മൂമ്മ അപ്പുറത്തേക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ഇപ്പുറത്തെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സാധനം മേടിച്ചിട്ട്
ഇങ്ങനെ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്യാൻ വേണ്ടി പോയായിരുന്നു. ക്രോസ് ചെയ്യാൻ പോയപ്പോ പാതി എത്തിയപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ അവിടെ നിന്ന് വരുന്നുണ്ട്. ആ ചേട്ടൻ വന്നിട്ട് സ്പീഡ് കൂട്ടിയപ്പോ. ഈ റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണ്ടേ മക്കളെ? മാമ ഞാൻ മര്യാദക്ക് ക്രോസ് ചെയ്ത മാമ. സാരല്ല, പോട്ടെ, സംഭവം ഇത്രയല്ലേ ഉള്ളൂ. എന്തായാലും അവന്റെ നമ്പർ അവള് തന്നിട്ടുണ്ട്, എനിക്ക് വണ്ടി നമ്പരും ഡീറ്റെയിൽസ് ഒക്കെ. മാമ അതൊരു പാവം പിടിച്ച ആള്. മെസ്സാന്ന് പറഞ്ഞപ്പോഴേ അവിടെ ഭയങ്കര വിറയ്ക്കലും തുടങ്ങി. അതിനെ ഒന്നും ചെയ്യണ്ട പോട്ടെ. നല്ലത് വിളിച്ചേക്കാം. അപ്പൊ അപകടം പറ്റുന്നത് ഒരാളുടെ മാത്രമല്ല മിസ്റ്റേക്ക് അല്ല, രണ്ടുപേരുടെയും ഭാഗത്ത് മിസ്റ്റേക്ക് വരും ചിലപ്പോഴൊക്കെ. ചോദിച്ചു നോക്കാം അവൻ്റെ അടുത്ത്. പേടിച്ചു അവൻ. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഈ 2 സ്റ്റിച്ച് പിന്നെ വേദനയുണ്ട്. വേറെ ഹോസ്പിറ്റലിലും പോകണമെന്നുണ്ടാവും. നമ്മൾ കാഷ്വാലിറ്റി കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്യുള്ളൂ. വേറെ എന്തെങ്കിലും വേണോ? തലവേദന ഉണ്ടോ അമ്മ ഈ അനക്കുമ്പോഴൊക്കെ? മക്കളുടെ റെസ്റ്റ് എടുത്ത് കുറച്ച് നേരം കിടന്നങ്ങ് മാറും. ഇച്ചിരി വെള്ളം കൂടുതൽ കുടിച്ചിട്ട്. ഇതെന്ത് വേറെ മരുന്ന് തന്നില്ല? ഇത്രേ ഉള്ളൂ, ടാബ്ലറ്റ് മാത്രമേ ഉണ്ടായിരുന്നു. പെയിൻ റിലീഫിനും. ശരി മക്കളെ, അപ്പൊ റെസ്റ്റ് എടുത്തു കേട്ടോ. ആ മക്കളെ, ഈ 2 ദിവസം നമുക്ക് നോക്കാമേ. തലവേന കുറഞ്ഞില്ലെങ്കിൽ മാമ മക്കളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ശരി മക്കളെ. അല്ല ഫോൺ മേടിക്കാൻ ഫോണിന്റെ ആവശ്യം കഴിഞ്ഞാ? വിളിച്ചാ? കുഴപ്പമൊന്നുമില്ലല്ലോ. തലവേദന മാത്രമേ ഉള്ളൂ. കിടക്കാൻ പറ്റില്ല, കിടക്കുമ്പോ ഭയങ്കര തലവേദന. അമ്മ ഇവിടെ ഇരിക്കണോ? കുഴപ്പമില്ലല്ലോ. പണിയുണ്ട്, അത് കഴിച്ചിട്ട് വരാം. ഇല്ല, റെസ്റ്റ് എടുക്കട്ടെ. വേദന ഉണ്ടാവും. ഇപ്പൊ ഇത്രല്ലേ പറ്റുള്ളൂ. അയ്യോ 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 അയ്യോ. നാട്ടിലെ മുഴുവൻ പോസ്റ്റിനകത്ത് വെട്ടം കൊടുക്കുന്നതിന് മെമ്പറെ വീട്ടിൽ കക്കൂസി വെട്ടം കണ്ട് കാര്യം സാധിക്കാന്ന് പറഞ്ഞാൽ നല്ലൊരു ബൾബ് പോലും ഇല്ല. അയ്യോ അയ്യോ എന്റെ വയറ്, അയ്യോ എന്റെ വയറേ. ഉച്ചവാരി കഴിക്കുമ്പോ ആലോചിക്കണം ഒറ്റ വയറേ ഉള്ളെന്ന്. അയ്യോ അമ്മ, ഇതിപ്പോ രാത്രി. റോസ്മേരി, വയറുവേദനയ്ക്ക് ഒരു കുറവുമില്ലടി. ഞാൻ പുറത്തുനിന്നൊക്കെ ഒന്നും കഴിച്ചില്ല, വീട്ടിൽ വന്നിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞ ആഴ്ച കണ്ട് കഴിച്ചത് ദഹിക്കാതെ കിടന്നതാ. ഓ, ബാത്റൂമും കക്കൂസായിട്ട് ഞാൻ ചെയിൻ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുക അവിടെ. അലുവേ, രാത്രി അലുവയ്ക്ക് അവിടെ പോ. ഉലുവ ഉലുവ കഴിച്ചാലൊന്നും മാറത്തില്ലടി. പ്രസവ വേദനയെക്കാട്ടിലും വല്ലാത്ത വേദന. അയ്യോ, ഇപ്പൊ ഇച്ചിരി ആശ്വാസമുണ്ട്. നീ വെച്ചോ, നീ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. മാതാവ് ചതിക്കല്ലേ. നാളെ അർജന്റായിട്ട് കൊടുക്കേണ്ട 2-3 വണ്ടിയുടെ പണിയുണ്ട്. അയ്യോ എൻ്റെ അമ്മ. ഓടി നേരെ ബാത്റൂമിൽ. അയ്യോ അയ്യോ അയ്യോ. മുത്തേ 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 മുത്തേ
അയ്യോ ആരാ? ലല്ലു ചേട്ടൻ ലല്ലുടി. അയ്യോ എന്തുവാ? അയ്യോ നമ്മുടെ തലയിലൊക്കെ കെട്ടും. കാണും. അല്ല എന്തോ ഇത് കെട്ടൊക്കെ. അത് കുഴപ്പമില്ല, ഇപ്പൊ പോയി ഈ സമയത്ത് കാണാൻ പറ്റൂല. എടി നിനക്കത് പറയാം. നീ ഇങ്ങനെ ആക്സിഡന്റ് ആയെന്ന് അറിഞ്ഞപ്പോ ഞാൻ അവിടെ നിന്ന് അനുഭവിച്ച ടെൻഷൻ നിനക്ക് വല്ല അറിയാമോ? ഇപ്പൊ ഞാൻ അതിനെക്കാട്ടും ടെൻഷൻ അനുഭവിക്കണേ. ഈ കെട്ട് തലയിലോട്ട് വരും. ഇപ്പൊ പോയില്ലേ? തല എങ്ങനെയുണ്ട് ഇപ്പൊ? വേദനയുണ്ട്, പക്ഷെ കുഴപ്പമില്ല. 2 മുറിവേ ഉള്ളൂ. അയ്യോ കയ്യിലും കുഴപ്പമില്ല. എടി നിന്നെ ഫോണും കൂടെ വിളിച്ചിട്ട് കിട്ടാതായപ്പോഴത്തേന് എനിക്ക് ടെൻഷൻ അടിച്ച് എനിക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഫോൺ പറയുന്ന ഡിസ്പ്ലേ പൊട്ടി. ഞാൻ എന്ത് ചെയ്യാനാ? ഞാനൊരു ഫോൺ വാങ്ങി ചേട്ടാ. വേണ്ട, ഒന്നും വേണ്ട. ഡാഡി ഫോൺ ശരിയാക്കാന്ന് പറഞ്ഞു. അല്ലേ അതിന് ഇനി ആ ഫോൺ വിളിക്കാൻ വേണ്ടി ഞാൻ ഒരു 10 കള്ളം കൂടെ പറഞ്ഞു. ഓൾറെഡി എത്ര കള്ളമുണ്ടോ ഞാൻ ലലിച്ചതിന് വേണ്ടി ഇവിടെ പറയുന്നത്. ഇനി ഞാൻ ആർക്കും വേണ്ട എന്റെ കള്ളൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ വേദന ഉണ്ടല്ലേ ഇപ്പോഴും? അത് കുഴപ്പമില്ല, ഇപ്പൊ പൊക്കോ. പോണോ? 10 പോണം. കാണും, കണ്ടുള്ള കാര്യം പറഞ്ഞു. ഇപ്പൊ ദൈവം ഇനിയിട്ടാലും മതി. മതി, പോവാം. അത് കാണണമെന്നൊന്നുമില്ല, ഞാൻ പോവാം. ആ ജനൽ അടച്ചിട്ട് പോവും. പോണോ? പോയില്ലേ? അങ്ങനെയൊന്നും പോകാൻ പറ്റുന്നില്ല. ഓ എന്നാ ശരിയാവില്ല, പൊക്കോ. വേണ്ട, പൊക്കോ. ഇല്ല, പൊക്കോ. പോയിട്ടോ. ഇപ്പൊ ഇനി കണ്ണു പേടിച്ച് എണീച്ചിട്ടുണ്ട്. ഇനി അടുത്ത ബേളുണ്ട്. ഇല്ല, പൊക്കോ. കാവലായിട്ട് ഇങ്ങനെ Aliens.